പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിലും ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങളിലും സന്ദർശിക്കും. രാവിലെ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗുലാമും എത്തും. രാവിലെ 10:45 ഇരു നേതാക്കളും ഒരുമിച്ച് റോഡ് ഷോയിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികളും വാരണാസിയിൽ ഒരുക്കി. മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രത്യേക പരിപാടികളും റോഡ് ഷോയുടെ ഭാഗമാകും. വാരണാസിയിൽ ഇരു പ്രധാനമന്ത്രിമാരും നയതന്ത്ര ചർച്ചയും നടത്തും. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത മേഖലകളും പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ്, അവർക്ക് ആശ്വാസം നൽകുകയാണ്. അപ്പോൾ വാരണാസിയിലും പ്രധാനമന്ത്രി എത്തുന്നു, മൗറീഷ്യസ് പ്രധാനമന്ത്രിയുണ്ട്, റോഡ് ഷോ നടക്കുകയാണ്. 10:45 ഇവർക്കും അവിടെ വലിയ വരവേൽപ്പ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി ഭാരതത്തിലെത്തിയത്. ഇന്നിപ്പോൾ ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അദ്ദേഹം വാരണാസി സന്ദർശിക്കുകയാണ്. വാരണാസിയിൽ ഇരു നേതാക്കളെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി വലിയ വരവേൽപ്പാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പ്രത്യേക വിമാനത്താവളത്തിൽ വാരണാസി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഇരു പ്രധാനമന്ത്രിമാരും അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഈ സ്വീകരണ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. റോഡ് ഷോ 6 പോയിന്റുകളിലായിട്ട് വലിയ ബൃഹത്തായ പരിപാടികളാണ് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും കലയും ഒക്കെ തന്നെ വിളിച്ചോതുന്ന വലിയ കലാപരിപാടികളും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി മഹിളാ മോർച്ച പ്രവർത്തകരാണ് ഈ റോഡ് ഷോയ്ക്ക് കൂടുതലായി അല്ലെങ്കിൽ റോഡ് ഷോ കൂടുതലായി നിയന്ത്രിക്കുകയും ഈ റോഡ് ഷോയിൽ കൂടുതലായി അണിനിരക്കുകയും ചെയ്യുക എന്നുള്ളതും പ്രത്യേകതയാണ്. അതായത് സ്ത്രീ ശാക്തീകരണം കൂടി ഉയർത്തി കാണിക്കുന്ന തരത്തിലാകും റോഡ് ഷോ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനുശേഷം ഇരു പ്രധാനമന്ത്രിമാരും ഗംഗാ ആരതിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇരു നേതാക്കളും നയതന്ത്ര ചർച്ചയിലും വാരണാസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ വെച്ച് നയതന്ത്ര ചർച്ചകളും നടത്തുന്നുണ്ട്. അതിൽ ബ്ലൂ എക്കോണമി അടക്കമുള്ള കാര്യങ്ങൾ വിഷയമാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ടാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രി ഭാരതത്തിലെത്തിയത്. ഇതിന് പുറമെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അദ്ദേഹം ആകാശമാർഗം ഉള്ള ഒരു നിരീക്ഷണമായിരിക്കും നടത്തുക. അതിനുശേഷം വൈകുന്നേരം ഡെറാഡൂണിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. സുരേഷ്.